ഹൈ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പത്തരമാറ്റിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മൂർത്തി സാറിനെയാണ്. അപ്പോൾ മൂർത്തി സാറ് നേരെ തന്നെ നമ്മുടെ കല്യാണീനെ വിളിക്കുകയാണ്. വീട്ടിൽ വന്നപ്പോഴത്തേനും അവിടെ ഇല്ല നയന എന്ന് പറഞ്ഞാണ് ഇവർ കനകയും അതുപോലെ തന്നെ നമ്മുടെ അച്ഛനോട് പറഞ്ഞു വിടുന്നത്. ഇപ്പം ഈ സമയത്ത് വേഗം തന്നെ നമ്മുടെ മൂർത്തി സാറ് വേഗം കല്യാണിയെ വിളിച്ചു. അപ്പോൾ കല്യാണിയോട് സംസാരിക്കുകയാണ്. മോളെ എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചു. നയനമോൾ എന്തിയെ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ലല്ലോ, അവളിവിടെ വന്നില്ല. അപ്പം മോള് കുറച്ച് ദിവസമായിട്ട് അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചപ്പം ഞാൻ കുറേ ദിവസമായി അവളെ കണ്ടിട്ട്, ഇപ്പൊ ഞാൻ കണ്ടിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി, അറിയില്ല എന്നൊക്കെ പറഞ്ഞു. മോള് വിഷമിക്കണ്ട, പ്രകാശനും ബാക്കി എല്ലാവരും മോളോട് അടുക്കുക തന്നെ ചെയ്യും, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ നമ്മുടെ കല്യാണിയെ ആശ്വസിപ്പിക്കുകയാണ്. കുഞ്ഞെന്തെടുക്കുന്നു എന്നൊക്കെ ചോദിച്ച് ഫോൺ വെച്ചു. ഇങ്ങനെ ഈ കല്യാണി വിളിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ഇങ്ങനെ പറയുകയാണ്, അതെ നമ്മുടെ നയനമോള് അവിടെ ഇല്ലെന്നാ പറഞ്ഞത്, പിന്നെ നയമോക്ക് എന്ത് സംഭവിച്ചു? അപ്പൊ വേഗം തന്നെ ഡ്രൈവറോട് പറഞ്ഞു തിരിച്ച് നയനമോളുടെ വീട്ടിലേക്ക് തന്നെ പോട്ടെ എന്ന് പറഞ്ഞ മൂർത്തി സാറും എന്താ പറയാ വസുന്ധര അമ്മയും കൂടി ചേർന്ന് നേരെ നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് കനകേനെയാണ്. അപ്പൊ കനക ഗോവിന്ദേട്ടാ എന്ന് പറഞ്ഞ ഓട് വന്ന് പറഞ്ഞിട്ട്, അതെ ഇപ്പൊ വേണ്ട നവ്യ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. നവ്യക്കാണെങ്കിൽ നയനാന്ന് പറഞ്ഞാൽ നേരത്തെ കലിയായിരുന്നു, പക്ഷേങ്കിൽ ഇപ്പം അവളെ കാണാത്തതില്ല, അവക്ക് ഭയങ്കര വിഷമാത്രേ, അതിനു വേണ്ടിയിട്ടാ വിളിച്ചത് എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്താണെങ്കിലും രണ്ടുപേരും സന്തോഷമായിട്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വണ്ടി വന്ന് നിൽക്കുന്നത്. വണ്ടി വന്ന് നിന്നപ്പോഴത്തേനും ഇവരാകെ തരിച്ചു പോയി കേട്ടോ. കാരണം മൂർത്തി സാറിനോട് ഇവര് രണ്ടുപേരും ഒരു തരത്തിലാണ് ഇവര് പറഞ്ഞ് അങ്ങോട്ടേക്ക് വിട്ടത്. അപ്പൊ ഇനി എന്ത് മറുപടി പറയും എന്നായിരുന്നു ഇവരുടെ ആകെയുള്ള ഒരു ചിന്ത കേട്ടോ. ഇനി എന്താ ചെയ്യുക, ഇവരോട് എന്ത് മറുപടി ആയിരിക്കും പറയാൻ പറ്റുക? അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും വേഗം ഇറങ്ങി വന്നു. അയ്യോ മൂർത്തി സാർ എന്ന് പറഞ്ഞ് കനക ഇങ്ങനെ പേടിക്കുകയാണ്. കൂടെ അമ്മയും കൂട്ടിക്കൊണ്ട് വന്നു. അപ്പൊ വേഗം തന്നെ ഗോവിന്ദനും എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെന്നു. അല്ല എന്താ മൂർത്തി സാറെ തിരിച്ചു വന്നത്, എന്തു പറ്റി എന്ന് ചോദിച്ചു. ഞങ്ങളുടെ മരുമകളെ ഒന്ന് കാണണം, അതിനു വേണ്ടിയിട്ടാ തിരിച്ചു വന്നത്. അയ്യോ ഞങ്ങൾ പറഞ്ഞില്ലേ കല്യാണിയെ കാണാനായിട്ട് പോയിരിക്കുകയാണെന്ന്. എന്നാ മോള് പോയിട്ട് വരട്ടെ, പോയിട്ട് വന്ന ശേഷം ഞങ്ങൾ കണ്ടിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. അല്ല അവള് വരാനായിട്ട് ചിലപ്പോ വൈകും, അല്ല സാരമില്ല മോള് വരട്ടെ, മോള് വന്നിട്ട് മോളുടെ ഒപ്പം ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്താ ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം തരുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ ആ ബുദ്ധിമുട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. കനകയുടെ ശബ്ദം ഇങ്ങനെ ഇടറുകയാണ്. എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടാലേ കാര്യം അറിയാതിരിക്കുള്ളൂ. അപ്പൊ മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ എന്താ ഭക്ഷണം തരുന്നതിൽ അയ്യോ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു. അല്ല നേരത്തെ വന്നപ്പോ ഞങ്ങള് ഭക്ഷണം ചായ പോലും കുടിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല മൂർത്തി സാറൊക്കെ, അതുകൊണ്ട് ചോദിച്ചതാ. ഓ അന്നേരമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ വരെ ചെന്നപ്പോഴാലോചിച്ചത് മോളെ കാണാതെ എങ്ങനെയാ പോവുക, അതുകൊണ്ട് ഞങ്ങളങ്ങ് തിരിച്ചു പോന്നു. എന്താണെങ്കിലും മോള് കല്യാണിയുടെ അടുത്ത് പോയിട്ട് തിരിച്ചു വരുമല്ലോ, ചിലപ്പം ഇന്ന് വന്നില്ലെങ്കിലോ വേറെ എവിടെങ്കിലും പോവോ മറ്റോ ചെയ്തെങ്കിലോ എന്നൊക്കെ ചോദിച്ചു. സാരമില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, അവളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ മൂർത്തി സാറും വാരി ഇങ്ങനെ നിൽക്കുവാണ്. ആകെ പെട്ടുപോയി കേട്ടോ. ഇനി എന്ത് ചെയ്യും? മോള് കല്യാണിയുടെ അടുത്തേക്ക് ചെന്നിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ഉറപ്പിച്ചിട്ടാ വന്നത്. എന്തിനാ ഞങ്ങളുടെ അടുത്ത് കള്ളം പറഞ്ഞത്? മോൾ എവിടെ, അവക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. സത്യം പറ എന്ന് പറഞ്ഞ് അപ്പം വേഗം തന്നെ ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഗോവിന്ദ ഞങ്ങളോട് എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? മോൾക്ക് എന്താ സംഭവിച്ചത്? മോളെ നിങ്ങൾ എന്താ ഞങ്ങളെ കാണിക്കാൻ പറ്റാത്തത്? എന്തിനാ മറച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ 100 കൂട്ടം ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ കനകെ സാറിനെയും പിന്നെ അമ്മേനെയും കൂടെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോ എന്ന് പറഞ്ഞു. പിന്നെ ഗോവിന്ദേട്ടാ പറഞ്ഞത് കേട്ടില്ലേ, ഇനി സാറിനോട് ഞങ്ങൾ ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല, ഉള്ളത് സത്യമായിട്ട് പറയണം എന്ന് പറഞ്ഞു. എന്ത് കള്ളത്തരം, അവക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. എന്താണെങ്കിലും നിങ്ങൾ ഞങ്ങളോട് പറയണം, ഞങ്ങൾ ഇന്ന് നയനമോളെ കണ്ടിട്ടേ പോകൂ എന്നുള്ള വാശി പിടിച്ച് ഇവരെ നിൽക്കണം. അവസാനം കനക സമ്മതിച്ചു. ശരി എന്നാ വാ സാറേ എന്ന് പറഞ്ഞ് ഇവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വരുവാണ്. ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ലാഞ്ഞിട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നയനേനെയും പിടിച്ചുകൊണ്ട് നന്ദു അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ നയന നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്ത ശേഷം. അപ്പൊ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് മൂർത്തി സാറും അമ്മയും കൂടെ അകത്തേക്ക് മുത്തശ്ശനോട് ചെല്ലുന്നത്. അപ്പൊ ഇതുവരെ കണ്ടിട്ട് അവർക്ക് അങ്ങ് ഷോക്കായി പോയി. അയ്യോ മോൾക്ക് എന്ത് പറ്റിയത് എന്ന് ചോദിച്ചു. മുത്തശ്ശി വേഗം അങ്ങ് ചെന്നു. എന്ത് പറ്റി മോൾ, എന്താ ഇങ്ങനെ നടക്കുന്നത്? എന്താ വല്ല അസുഖം ഉണ്ടോ മോൾക്ക്, അതോ വല്ല അപകടവും പറ്റിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ മൂർത്തി സാറേ മോൾക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ല, അസുഖമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെന്താ മോളുടെ അമ്മായിയമ്മയ്ക്ക് ഒരു സഹായം ചെയ്തതാ. സഹായം ചെയ്തെന്നോ, എന്ത് എന്ന് ചോദിച്ചു. സാറേ അത് പിന്നെ മോളുടെ അമ്മായിയമ്മയ്ക്ക് കരള് പകുത്തു കൊടുത്തത് നമ്മുടെ നയനയാ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്?
കനക എന്ന് ചോദിച്ചു. ശരിയാ സാറേ, ഇനി മോളെ ഒന്നും മറച്ചു വെക്കണ്ട എന്ന് കനക തന്നെ പറഞ്ഞു. ഇനി മുത്തച്ഛനോടും മുത്തശ്ശിയോടും നടന്ന കാര്യങ്ങളെല്ലാം മോള് സത്യസന്ധമായിട്ട് പറഞ്ഞേരെ എന്ന് പറഞ്ഞിട്ട് കനക തന്നെയാണ് സത്യങ്ങളൊക്കെ നമ്മുടെ മൂർത്തിയോടും അതുപോലെ തന്നെ വസുന്ധരാമയോടും സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇവർക്കാകെ സങ്കടമായി. എന്നിട്ട് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ഞങ്ങളെ എന്താ അറിയിക്കാഞ്ഞത് മോളെ എന്ന് ചോദിച്ചു. മുത്തശ്ശനും മുത്തശ്ശിക്കും ഇപ്പം അമ്മയുടെ കാര്യം ഓർത്ത് തന്നെ ദേവയാനി അമ്മയമ്മയുടെ കാര്യം ഓർത്തിട്ട് തന്നെ സമാധാനമില്ലാന്ന് എനിക്കറിയാം. ആ കൂടത്തില് ഞാനോട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറഞ്ഞു. എന്നാലും ഇത്രയും വലിയൊരു ഉപകാരം എന്നിട്ടും നിന്നെ അവൾ തിരിച്ചറിയുന്നില്ലല്ലോ മോളെ. കൊടുത്തതെന്ന് അവൾക്കറിയോ എന്ന് ചോദിച്ചപ്പം ഇല്ല, അമ്മയോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അമ്മ ഒരിക്കലും അതിന് തയ്യാറാവില്ല എന്ന് മുത്തശ്ശൻ അറിയില്ലേ. ശരിയാ, അത് നീ പറഞ്ഞത് കറക്റ്റാ. പക്ഷെ ഇനി അവൾ അറിഞ്ഞാല് അവക്ക് കരല് പറിച്ചെടുത്ത് മാറ്റിക്കളയാനൊന്നും പറ്റില്ലല്ലോ. ഇനി മോളെ സ്നേഹിക്കുക തന്നെ ചെയ്യും. അച്ഛാ, അത് ഇപ്പൊ തൽക്കാലം അമ്മയോട് പറയണ്ട. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് എന്നിട്ട് മോളുടെ കാര്യങ്ങൾ ആദർശ് പോലും പറഞ്ഞില്ല. ഞാൻ ആദർശേട്ടനോടും അച്ഛനോടും ഒന്നും ജയനും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ രണ്ടുപേരോടും പറയണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ടാ അവര് പറയാഞ്ഞത്. എന്നാലും മോളെ ഇത് ഇത്തിരി വലിയ കടന്ന കൈയായി പോയി എന്ന് പറഞ്ഞു. മോള് ചെയ്തത് വലിയൊരു പുണ്യപ്രവൃത്തിയാ. അതല്ലച്ച, ഇതെന്റെ കടമയാ മുത്തശ്ശ എന്ന് പറഞ്ഞപ്പോ അതല്ല, അവള് എന്താ പറയാ സ്വർഗത്തിലെ ഭയങ്കര രാജ്ഞിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മരുമകൾ ഉണ്ടല്ലോ അവിടെ, അനാമിക. അപ്പൊ അവക്ക് ഇതൊന്നും ബാധകമല്ലേ? അവൾക്ക് കടല് കൊടുക്കായിരുന്നല്ലോ. അവൾ എന്താ കൊടുക്കാഞ്ഞത്? അവള് ചെറിയ കുട്ടിയല്ലേ അച്ഛ മുത്തശ്ശ എന്ന് ചോദിച്ചപ്പോഴത്തേനും അതൊന്നും അല്ല, മോളുടെ മനസ്സിന്റെ വലിപ്പം അവൾ അത് തിരിച്ചറിയുന്നില്ല. പക്ഷെ അത് തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ഇനി എന്താണെങ്കിലും ആദർശ മോനും ജയനും ഒന്നും മോളെ മാറ്റി നിർത്തിയിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരിക്കലും. ഇനി മറ്റൊന്നും അവർ ചിന്തിക്കില്ല എന്ന് ഉറപ്പാണ് എന്ന് മുത്തശ്ശൻ പറഞ്ഞു കേട്ടോ. മുത്തശ്ശന്റെ സങ്കടമായി. എന്റെ ഗോവിന്ദ, തനിക്ക് ഞാൻ എന്താണോ ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചപ്പം ഒന്നും വേണ്ട എന്റെ സാറേ, എന്റെ മോളുടെ അസുഖങ്ങളും വേദനകളും ഒക്കെ മാറി അങ്ങോട്ടേക്ക് വരുമ്പോ എന്റെ മോൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര സന്തോഷത്തിലായി കേട്ടോ. എന്നിട്ട് താൻ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് ഈ ഗോവിന്ദനെ വിളിച്ചോണ്ട് മുത്തശ്ശൻ പുറത്തേക്ക് പോവാണ്. അപ്പം മുത്തശ്ശി അടുത്തേക്ക് ചെന്നിട്ട് മോളെ വേദനയുണ്ടോ? ഇല്ല മുത്തശ്ശി, മുറിവൊക്കെ ഉണങ്ങി തുടങ്ങി എൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞ് കൈ തൂത്തും തലോടിയും ഒക്കെ മുത്തശ്ശി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നയനയുടെ അടുത്ത്. നമ്മുടെ ജയനെയും ദേവയാനിനെയാണ്. അവ ജയേട്ടാ എന്ന് വിളിച്ചു. എന്താ ദേവയാനി? അല്ല, ആ കുട്ടിയുടെ എനിക്ക് കയറിൽ തന്ന ആ കുട്ടിയുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല, അതൊന്നും എടുക്കാനൊന്നും ആ സമയത്ത് പറ്റിയില്ല. നീ വിഷമിക്കണ്ട, നിന്റെ അസുഖമൊക്കെ മാറി നിനക്ക് സുഖമായ ശേഷം നമുക്ക് അവളെ കാണാൻ പോകാം എന്ന് ജയൻ ഇങ്ങനെ പറയുകയാണ്. കാണണം, എന്നാണെങ്കിലും കാണണം, അത് വേണം. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആദർശ് കയറി വരുന്നത്. മുത്തശ്ശൻ വിളിച്ചിരുന്നു, എന്തോ അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? അറിയില്ല, അങ്ങ് ചെന്നിട്ട് വരാം എന്ന് പറഞ്ഞു. അമ്മ ശരി എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്ക് ഇങ്ങോട്ട് വരാനാണെന്നറിയില്ല എന്ന് പറഞ്ഞപ്പോ ദേവയാനി പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വരണ്ട, അവർക്ക് ഹോസ്പിറ്റലിൽ വരുന്ന ഇഷ്ടമില്ലല്ലോ, ഞാൻ അങ്ങോട്ട് വന്നിട്ട് എല്ലാവരും കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ് ആദർശ് നേരെ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. ആദർശ് പുറപ്പെട്ടു. അപ്പൊ ജയനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്റെ മോന്റെ കാര്യത്തിൽ മാത്രം സങ്കടം. എന്തിനാ നിനക്ക് സങ്കടം ദേവയാനി? അവള് ആ നയനയെ പോലൊരു കുട്ടിയാണല്ലോ അവന്റെ ജീവിതത്തിലേക്ക് വന്നത്. അനാമികയെ പോലൊരു കുട്ടിയായിരിക്കണം അവന്റെ ജീവിതത്തിൽ വരേണ്ടതെന്ന് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. നയനമോക്ക് എന്താ കുഴപ്പം? അല്ല, നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി അതുപോലൊരാളല്ലേ നമ്മുടെ നയനമോള് എന്ന് ജയനിങ്ങനെ ചോദിക്കാണ്. എന്തോ അവളുമായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ നീ ഇനി എന്ത് പറഞ്ഞാലും ശരി ദേവയാനി, അവളെ മാറ്റി നിർത്താൻ എനിക്കോ ആദർശനോ കഴിയില്ല. ഇനി മറ്റൊരാളെ എന്റെ മരുമകളായിട്ട് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആദർശിന്റെ ഭാര്യയായിട്ട് നയനയെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇനി നീ അത് ഓർത്ത് ഇനി ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു എന്ന് മാത്രം എന്ന് ദേവയാനിയോട് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ ദേവയാനി ഒന്നും മിണ്ടിയില്ല ജയന്റെ വർത്തമാനം കേട്ടിട്ട്. അപ്പൊ ദേവയാനി ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് മൂർത്തിനെയാണ്. അപ്പൊ മൂർത്തിയും അമ്മയും കൂടി നേരെ വീട്ടിലേക്ക് വന്നു, മുത്തശ്ശനും മുത്തശ്ശിയും. അപ്പൊ ആദർശ് അങ്ങോട്ടേക്ക് വന്നു. ആദർശ് വന്നിട്ട് എന്താ മുത്തശ്ശ എന്ന് ചോദിച്ചോ. എന്തൊരു അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം മോനെ തിരക്കാണെന്ന് അറിയാം, മോൻ രണ്ടുപേരും മാറി മാറിയാണല്ലോ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. എങ്കിലും ഞങ്ങൾക്കൊരാവശ്യമുണ്ട്. ദേവയാനിക്ക് കരള് പകർത്തു കൊടുത്ത ആ പെൺകുട്ടിയെ ഞങ്ങൾക്കൊന്ന് കാണണം. അത് പിന്നെ മുത്തശ്ശ എന്ന് പറഞ്ഞ വെപ്രാളം പിടിക്കാൻ തുടങ്ങി കേട്ടോ ആദർശ്. എന്തിനാ
കാണാൻ പറ്റില്ലേ? അല്ല, കാണാൻ പറ്റും, പക്ഷേങ്കിൽ റെസ്റ്റിലല്ലേ. സാരമില്ല, ഞങ്ങൾ ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കില്ല, ഞങ്ങൾ മാറി നിന്ന് ഒന്ന് കണ്ടിട്ട് ജസ്റ്റ് ഇൻഫെക്ഷൻ ഒന്നും വരാതെ ഞങ്ങൾ മാറി നിന്നോളാം എന്ന് പറഞ്ഞു കേട്ടോ. എന്താ പറ്റുമോ? അല്ല മുത്തശ്ശ, അത് പിന്നെ ഒന്നും പറയണ്ട, ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഇവർ വാശി പിടിച്ചു. അല്ല, ആ കുട്ടിയുടെ വീട് എവിടെയാ എന്ന് ചോദിച്ചു. അപ്പം ഒന്നും ബെബ വെച്ചു ആദർശ് ഇങ്ങനെ നിൽക്കുകയാണ്. ആ കുട്ടിയുടെ പേരെന്താ? അത് അതിശയം മുത്തശ്ശ. അതെ, എന്താ അതിശയം? നയന എന്നാ പേര്. ഇനിയിപ്പോൾ ആ കുട്ടിയുടെ ഭർത്താവിന്റെ പേര് ആദർശ് എന്നാണോ എന്ന് ചോദിച്ചു. അത് പിന്നെ അല്ല, ആ കുട്ടിയുടെ ഭർത്താവിന് എന്താ ജോലി? അത് സാരമില്ല, ആ കുട്ടിയുടെ ഭർത്താവിന് ജോലി ഇല്ലെങ്കിൽ നമ്മുടെ ജ്വല്ലറി തന്നെ ഒരു ജോലി കൊടുക്കാം. ഈ കുട്ടി സുഖമായ ശേഷം ആ കുട്ടിക്ക് നമുക്ക് നമ്മുടെ ജ്വല്ലറി ജോലി കൊടുക്കാം. എന്താ വസുന്ധരെ? ശരിയാ എന്ന് വസുന്ധരാമയെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ആദർശം നിന്ന് ഒരുകാണ്. ഇവരുടെ മുന്നിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പൊ വെപ്രാളം പിടിക്കുകയാണ്. ആ ഭർത്താവിനെ നമ്മുടെ ജ്വല്ലറിയുടെ MD ആക്കിയാലോ എന്ന് ഇവരിങ്ങനെ ആലോചിച്ചു കേട്ടോ. എന്റെ പൊന്ന് ആദർശേ, നീ എന്താ നിന്ന് വേർക്കുന്നത്? ഒന്നുമില്ല, ഇനിയിപ്പൊ നിനക്ക് വരാൻ സമയമില്ലെങ്കിൽ സാരമില്ല, ആ ഫോൺ നമ്പർ തന്നാ മതി, ഞങ്ങൾ വിളിച്ച് പറഞ്ഞ് ചോദിച്ച് പോയിക്കോളാം അങ്ങോട്ടേക്ക്. അത് പിന്നെ മുത്തശ്ശ, നീ ഒന്നും പറയണ്ട, നീ നയനമോക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാ ഒളിച്ചു വെച്ചത് അല്ലേടാ എന്ന് ചോദിച്ചു. ഞങ്ങൾ അറിഞ്ഞു, ആ കുട്ടിയെ, ദേവയാനിക്ക് കരൾ കൊടുത്ത ആ കുട്ടിയെ ഞങ്ങൾ പോയി കണ്ടിരുന്നു. എന്തിനാടാ നീ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് എന്ന് ചോദിച്ചു. മുത്തശ്ശ, ഞാൻ എന്നാണെങ്കിലും നിങ്ങളോട് പറഞ്ഞേനെ, കുറച്ചുകൂടി കഴിഞ്ഞ ശേഷം പറയാമെന്ന് കരുതി, അത്രമാത്രം എന്ന് പറഞ്ഞു. എന്നാലും അവളെ പോലൊരു പെൺകുട്ടി ഇത്രയ്ക്ക് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ സന്തോഷം പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അവളുടെ നീ വേറെ വീടൊക്കെ ആലോചിച്ചത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ്. അവൾക്ക് നമ്മൾ എന്ത് ഗിഫ്റ്റാ കൊടുക്കുക? അവൾക്ക് എന്ത് കൊടുത്താലും അവൾ വാങ്ങിക്കില്ല, അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല. അതൊക്കെ അവളുടെ നല്ല മനസ്സ്, പക്ഷെ കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും തീരുമാനിച്ചോ എന്ത് വേണമെന്ന്, എന്ന് വേണമെങ്കിലും കൊടുത്തോളൂ എന്നൊക്കെ ആദർശ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛനും അമ്മയും എന്താ പറയുക, സ്വർഗവും നരകവും ദൈവവും ഒക്കെ ആയിട്ട് കണ്ടോളൂ, പക്ഷേങ്കിൽ അതിനു മുകളിൽ ഇപ്പൊ നിനക്കൊരു ദേവിയുണ്ട്, അതാണ് നയനമോള്. അതിനെ വിട്ട് കളയരുത്. ഞങ്ങളുടെ കാഴ്ചപ്പാടില്ല, നിങ്ങൾ ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ടില്ല എന്നറിയാം. അങ്ങനെ തുടങ്ങാനിരുന്ന സമയത്തായിരുന്നു മാലയിട്ടത്. സാരമില്ല, പോയി വന്ന ശേഷം ഇനി നയനമോളെ നീ വിഷമിപ്പിക്കാനേ പാടില്ല, ആർക്ക് വേണ്ടിയിട്ടും നീ വിഷമിപ്പിക്കാൻ പാടില്ല. ദേവയാനി എന്ത് ചെയ്താലും ശരി എന്ന് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ജോത്സ്യരെ കണ്ട് അതിനെ പ്രതിവിധിയൊക്കെ ചെയ്യണമെന്ന് മുത്തശ്ശൻ ഇങ്ങനെ വസുന്ധരാമയോട് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചപ്പം ദേവയാനി ചെയ്ത തെറ്റിന് നയനമോളോട് എന്തൊക്കെ തെറ്റാ ചെയ്തത് അറിയാതെയാണെങ്കിലും ആ പാപങ്ങളൊന്നും നമുക്ക് വീഴാൻ പാടില്ല. കൂടി തന്നെ ആദർശ് അങ്ങോട്ടേക്ക് നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ ദേവിയുടെ മുന്നിലൊക്കെ തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോണത്. അപ്പൊ നയനയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നോടൊന്ന് വിളിച്ചു പറയാമായിരുന്നു, എന്തിന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദർശേട്ടൻ അറിയുമെന്ന് എനിക്ക് അറിയായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിക്കും ശരിക്കും നിന്നോട് എന്താ പറയുക, ഞങ്ങളെക്കാളൊക്കെ വലുത് ഇപ്പൊ നീയാ. ആദ്യം മരുമകൾ സ്ഥാനത്ത് നീ വന്നെങ്കിലും ഏറ്റവും സ്നേഹം പണ്ട് മുതലേ നിന്നോടായിരുന്നു. അത് ഇത്തിരി കൂടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആദ്യം ബ്ലഡ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇപ്പൊ ഇതുകൂടി അവര് നിനക്കായിട്ട് എന്തെങ്കിലുമൊക്കെ സമ്മാനം തരണമെന്ന് പറഞ്ഞായിരിക്കുന്നത്. എനിക്കൊന്നും വേണ്ട ആദർശേട്ടൻ, ഞങ്ങൾക്കായിട്ട് ഈ വീട് വാങ്ങിത്തരാനായിട്ട് സമ്മതിച്ച് അല്ലെങ്കിൽ മനസ്സുണ്ടായല്ലോ, അത് തന്നെ ധാരാളം. അതൊക്കെ നിന്റെ മനസ്സിനെ നീ പറയും, പക്ഷെ അവരത് ചെയ്യും. കാരണവന്മാരായിട്ട് അനന്തപുരി തറവാടിന് വലിയ സമ്പത്തുള്ളവരാ. അവർക്ക് ചെയ്തതിന്റെ ഇരട്ടിയുടെ ഇരട്ടി പ്രത്യുപകാരം തിരിച്ചു ചെയ്തിരിക്കും. അതാ അവരുടെ ഒരു ശീലം എന്നൊക്കെ പറഞ്ഞ് നയനയുടെ കൂടെ ഇങ്ങനെ ആദർശിരിക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തം വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.